വെൽക്കം ടു അവർ ചാനൽ എജു ഈസ്. പ്ലസ് ടുക്കാർക്കായിട്ട് ഇംഗ്ലീഷിൻ്റെ ഒന്ന് രണ്ട് പ്രീവിയസ് ചോദ്യങ്ങളാണ് നമ്മുടെ ഇന്ന് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ചോദ്യം, പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് നോമിത. നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാൻ ഒരു PYQ ചോദ്യമാണ്. ഒരു 5 മാർക്ക് ഒക്കെ ചോദ്യമായിട്ട് വരുന്നതാണ്. നമുക്കറിയാം നോമിത എന്ന് പറഞ്ഞ ക്യാരക്ടർ നമുക്കറിയാം ഏത് ഇതിൽ നിന്നുള്ളതാണ്. മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ പാഠഭാഗത്തിലെ ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം മാച്ച് ബോക്സ് എഴുതിയത് ആശാപൂർണ ദേവിയാണെന്നറിയാം. അപ്പം അവരുടെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുമ്പോൾ മാക്സിമം സിമ്പിൾ സെൻറ്റൻസിൽ എഴുതിയാൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്ക് നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. നോമിത ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി മാച്ച് ബോക്സ്. മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ സ്റ്റോറിയുടെ ഒരു സെൻട്രൽ ക്യാരക്ടർ, ഒരു മേജർ കഥാപാത്രം തന്നെയാണ് നോമിത. ഷീ ഈസ് ദ വൈഫ് ഓഫ് അജിത്ത്. അജിത്തിൻ്റെ ഭാര്യയാണ് നോമിത. അജിത്ത് ഒരു റിച്ച് പേഴ്സൺ ആണെന്നൊക്കെ നമുക്കറിയാം. ദേ ആർ ലിവിങ് ഇൻ എ ജോയിൻറ്റ് ഫാമിലി. അവരൊരു ജോയിൻറ്റ് ഫാമിലി. എന്താണ് ജോയിൻറ്റ് ഫാമിലി മീൻസ്? ഫാമിലി തന്നെ പലതരമുണ്ട് അല്ലേ? ജോയിൻറ്റ് ഫാമിലി ഉണ്ട്, ന്യൂക്ലിയർ ഫാമിലി ഉണ്ട്, ഒക്കെ അറിയാമല്ലോ. അപ്പോൾ ജോയിൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒരുപാട് കൂട്ടം ഫാമിലീസ്, ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു വലിയ വീട്ടിലാണ് അജിത്തിനോടൊപ്പം നോമിത ജീവിക്കുന്നത്. ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് എ വിഡോയ്ഡ് വുമൻ. ഒരു വിധവയായ ഒരു അമ്മയുടെ മകളാണ് നോമിത. അവളുടെ അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പം അമ്മ മാത്രമേ ഉള്ളൂ. ആ അമ്മയ്ക്ക് കൂട്ടായി ഇവള് മാത്രമേ ഉള്ളായിരുന്നു, നോമിത. അപ്പോൾ ഷീ ഈസ് ദ ഡോട്ടർ, DAUGHT, ഡോട്ടർ ഓഫ് എ വിഡോയ്ഡ് വുമൻ. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ വുമൻ. വളരെ ഭംഗിയുള്ള, കാണാൻ നല്ല രസമുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ നോമിത. അത് പറയുന്നുണ്ട് അല്ലേ, നമ്മുടെ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്. ആകെ ഒരു സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് താഴ്ന്നതാണ്. അപ്പോൾ അവർക്ക് ആകെയുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ഇവള് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വുമൺ ആണെന്ന്. ഷീ കംസ് ഫ്രം എ പുവർ ഫാമിലി. ഒരു പുവർ ഫാമിലിയിൽ നിന്നാണ് അവൾ എത്തുന്നത്. ഷീ ഹാസ് നോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അവൾക്ക് സ്വന്തമെന്ന് പറയാൻ ബ്രദറോ സിസ്റ്ററോ ആരും ഒന്നുമില്ല. ഷീ ഡസ് നോട്ട് അലോ എനി വൺ ടു ട്രാമ്പിൾ അപ്പ് ഓൺ ഹർ ഡിഗ്നിറ്റി. എന്താണ് അവിടെ പറഞ്ഞേക്കുന്നത്? അവളുടെ അന്തസ്സിനെ ചവിട്ടി മെതിക്കാനുള്ള രീതിയിൽ ആരെയും അവൾ എന്ത് ചെയ്യാറില്ല? അനുവദിക്കാറില്ല. അന്തസ്സിന് നേർന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ അവൾ ചെയ്യത്തുള്ളൂ. അവളെ അവൾക്ക് മേൽ അധികാരമേൽക്കാൻ ഒരാളെയും അവൾ എന്ത് ചെയ്യാറില്ല? ഒരാളെയും അവൾ അനുവദിക്കുകയില്ലായിരുന്നു. ഷി വാണ്ട്സ് ടു ബ്രേക്ക് ഓഫ് ദ ബോൺസ് ഓഫ് ദ മാരിറ്റൽ സ്ലേവറി. അതുപോലെ തന്നെ അവൾ നമ്മളോടത്തില്ലേ പുരുഷ മേധാവിത്വം എന്നൊക്കെ പറയത്തില്ലേ? അപ്പം മാരേജ് കഴിഞ്ഞാൽ സ്ത്രീകളെ സ്ലേവറി മീൻസ് അടിമയാക്കാൻ നോക്കുകയൊക്കെ ചെയ്യുന്നതിൽ നിന്നൊക്കെ അതിനൊക്കെ എതിരെ പോരാടിയ ആ ഒരു ബോണ്ട് തന്നെ ബ്രേക്ക് ചെയ്ത, അല്ലെ ആ ഒരു ബാരിയർ തന്നെ ബ്രേക്ക് ചെയ്ത ഒരു വനിതയാണ് നമ്മുടെ നോമിത. ഷീ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇന്ത്യൻ ടിപ്പിക്കൽ ഹൗസ് വൈഫ്. ഒരു ഇന്ത്യൻ ടിപ്പിക്കൽ ഹൗസ് വൈഫിന് ഒരു എക്സാമ്പിൾ തന്നെയാണ് നമ്മുടെ ക്യാരക്ടറായ നോമിത. ദ സ്റ്റോറി ഈസ് നോട്ട് കംപ്ലീറ്റ് വിത്തൗട്ട് ഹെർ. നമുക്കത് ഒരു മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഏത് ചാപ്റ്ററിലെ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ്. ദ സ്റ്റോറി ഈസ് നോട്ട് കംപ്ലീറ്റ് വിത്തൗട്ട് ഹെർ. ആണെങ്കിൽ വിത്തൗട്ട് ഹിം എന്നുള്ളതൊക്കെ നമുക്ക് എഴുതാം. ദ സ്റ്റോറി ഈസ് നോട്ട് കംപ്ലീറ്റ് വിത്തൗട്ട് ഹെർ. ഈ സ്റ്റോറി അവളില്ലാതെ എന്ത് ചെയ്യില്ല? മുമ്പോട്ട് പോകില്ല. ഇനി നിങ്ങൾക്ക് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഐ ലൈക്ക് ദ ക്യാരക്ടർ നോമിത. എനിക്ക് നോമിതയുടെ ക്യാരക്ടർ വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് എഴുതാനായിട്ട് സാധിക്കും. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, നമ്മൾ ജോയിൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് അടിച്ച് കാണും. ജോയിൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ജോയിൻറ്റ് ഫാമിലി മീൻസ് എ ലോട്ട് ഓഫ് മെമ്പേഴ്സ്. അവിടെ ലോട്ട് ഓഫ് മെമ്പേഴ്സ് കാണാം, ലോട്ട് ഓഫ് പ്രോപ്പർട്ടി കാണാം. ഫാമിലി ഹെഡ് ഈസ് ദ അതോറിറ്റി. പിന്നെ ഇനഫ് എക്സ്പീരിയൻസസ് ഫോർ സോഷ്യൽ ലിവിങ്, ഇനഫ് കമ്മ്യൂണിക്കേഷൻ. ധാരാളം ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ അവിടെ കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കാം? വളരെ കുറവായിരിക്കാം. റെസ്ട്രിക്റ്റഡ് ഫ്രീഡംസ്, ഒരു ഫ്രീഡം കിട്ടത്തില്ല. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും കൂടെ ഉള്ള ഒരു ഫാമിലി ഭയങ്കര തിക്കായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമുക്കൊരു നല്ല കമ്മ്യൂണിക്കേഷൻ കിട്ടില്ല. ഇറ്റ് റെസ്ട്രിക്റ്റഡ് ദ ഫ്രീഡം. ബട്ട് ന്യൂക്ലിയർ ഫാമിലി മീൻസ് ദർ ആർ 2 or 4 മെമ്പേഴ്സ് ഇൻ ദ ഫാമിലി ആൻഡ് മിനിമം പ്രോപ്പർട്ടി ആയിരിക്കും. വളരെ കുറച്ചേ കാണത്തുള്ളൂ, പക്ഷേ ഡെമോക്രാറ്റിക് ആയിരിക്കാം ആ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് നോട്ട് ട്രെയിനിങ് ഫോർ സോഷ്യൽ ലിവിങ്.
മിനിമം കമ്മ്യൂണിക്കേഷൻ, ഇനഫ് ഫ്രീഡം. ഇത്രയാണ് ന്യൂക്ലിയർ ഫാമിലിയും ജോയിൻറ്റ് ഫാമിലിയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരക്ടർ ഓഫ് നോമിത. നോമിതയുടെ ക്യാരക്ടർ ചോദിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് എഴുതാനുള്ള പോയിൻറ്റ്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു ചോദ്യം കൂടെ ഉണ്ട്. അടുത്ത ചോദ്യവും സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മറ്റന്നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അനൗൺസ്മെൻറ്റ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള +2ൻ്റെ ടോപ്പിക്കിൽ തന്നെയുള്ള ഒരു ഇതാണ് അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അമിഗോ ബ്രദേഴ്സ് പി.ഡി. തോമസ് എഴുതിയ ഒരു വർക്കാണ് അല്ലേ, അമിഗോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു ഭാഗം നമ്മൾ പഠിച്ചു. അതിലെ മെയിൻ ക്യാരക്ടേഴ്സാണ് ആൻറ്റോണിയോയും ഫെലിക്സോ എന്ന് പറഞ്ഞ 2 ക്യാരക്ടറുണ്ട്. അവരുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഇൻ ദ സ്റ്റോറി അമിഗോ ബ്രദേഴ്സ് ദ announcer turned to the winner and found himself alone in the boxing ring. Arm in arm, the champions had already left the ring. Imagine that you are the announcer. What would your announcement? എന്താണ് പറഞ്ഞിരിക്കുന്നത്? അമിഗോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ സ്റ്റോറിയിൽ നമുക്കറിയാം, ഒരു ചാപ്റ്ററൊക്കെ അറിയാം. അമിഗോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ സ്റ്റോറിയിൽ എന്താണ്, അവർ തമ്മിലൊരു ബോക്സിങ് മത്സരം ഉണ്ടായിരുന്നു. അതിലാരാണോ വിന്നറെന്ന് കണ്ടെത്തണമായിരുന്നു. അത് കണ്ടെത്താൻ വേണ്ടി എന്താണ് ഉള്ളൊരു ചാപ്റ്ററാണ് അത്. എന്താണ് അതിലെ വിന്നർ ആരാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ചാപ്റ്റർ ത്രൂ ഔട്ട് അത് വായിച്ചു നോക്കുന്നത്. പക്ഷേ അതിനവസാനം നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നമ്മുടെ അമിഗോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെലിക്സും ആൻറ്റോണിയോയും എന്താണ് അനൗൺസ്മെൻറ്റ് മീൻസ് എന്താണ് ആരാണ് വിജയിച്ചതെന്നുള്ള വിന്നർ എന്നുള്ള അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് 2 പേരും എന്ത് ചെയ്യുന്നു, ഓൾറെഡി ലെഫ്റ്റ് ദ റിങ് അല്ലേ, റിങ്ങിൽ നിന്ന് 2 പേരും ഇറങ്ങിപ്പോകുന്നു. അതെങ്ങനെയാണ് പോകുന്നത്? ആം ഇൻ ആം, തോളോട് തോള് കൈയിട്ട് എന്താണ് ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യുന്നു, അവിടുന്ന് പുറത്തേക്ക് പോകുന്നു. ഇമാജിൻ ദാറ്റ് യു ആർ ദ അനൗൺസർ. നിങ്ങളെയാണ് അതിനൊരു അനൗൺസറായിട്ട് വെക്കുന്നതെങ്കിൽ വാട്ട് വുഡ് യു അനൗൺസ്മെൻറ്റ്, നിങ്ങൾ എങ്ങനെയായിരിക്കും അത് അനൗൺസ്മെൻറ്റ് തയ്യാറാക്കുന്നത്? അനൗൺസ്മെൻറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. അപ്പം നമ്മൾ അനൗൺസ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തിരിക്കണം, നമ്മുടെ കാണികളെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അവരെ റെസ്പെക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഡിയർ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്ന് എഴുതിയിരിക്കണം. ഡിയർ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, യു ഹാവ് വിറ്റ്നസ്ഡ് ആൻ എക്സ്ട്രാ ഓർഡിനറി ഫൈറ്റ് ഇൻ ദ 3rd റൗണ്ട്. ബോത്ത് ആൻറ്റോണിയോ ആൻഡ് ഫെലിക്സ് വാണ്ടഡ് ടു വിൻ. നിങ്ങളെല്ലാവരും വിറ്റ്നസ്ഡ്, നിങ്ങളെല്ലാം ദൃക്സാക്ഷികളാണ്. നമ്മുടെ കൺമുമ്പിൽ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് എന്താണ്, ഭയങ്കര ഇതായിട്ടുള്ള ഒരു ഫൈറ്റാണ്. അതിൻ്റെ 3rd റൗണ്ടാണ്. ആൻറ്റോണിയോയും ഫെലിക്സും ഭയങ്കരമായിട്ട് അവരെന്ത് ചെയ്യുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, ബോക്സിങ് നമ്മളടുത്തില്ലേ പഞ്ച് ചെയ്യുക എന്നൊക്കെ പറയത്തില്ലേ, 2 പേരും ഇത് ചെയ്യുകയാണ്. ദേ പഞ്ച്ഡ് ഈച്ച് അതർ വെരി ഹാർഡ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തു. നോ ബഡി ഫെൽ ടു ദ റിങ്. ആരും തന്നെ ആ റിങ്ങിൽ എന്ത് ചെയ്തില്ല, വീണ് കിടന്നില്ല. ദ ഫൈനൽ ബെൽ റാങ്, ദ ഫൈറ്റ് കണ്ടിന്യൂഡ്. പക്ഷെ അവസാന ബെല്ല് എന്നുവെച്ചാൽ തീർന്നു, നമ്മുടെ കോമ്പറ്റീഷൻ തീർന്നു. എന്നിട്ടും അവരെന്ത് ചെയ്യുന്നു, ആ ബെല്ലൊന്നും അവർ കേൾക്കുക പോലും ചെയ്യാതെ ദ ഫൈറ്റ് കണ്ടിന്യൂഡ്, അവരുടെ ഫൈറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ ബെൽ റാങ് അഗെയിൻ ആൻഡ് അഗെയിൻ. വീണ്ടും അവരെന്ത് ചെയ്യുകയാണ്, ബെല്ല് റാങ് ചെയ്യുന്നുണ്ട്, സ്റ്റോപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞു. പക്ഷേ അവരിതൊന്നും കേൾക്കാതെ അവർ ഹരത്തോടു കൂടി എന്ത് ചെയ്യുകയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുകയാണ്. ദ റഫറി ആൻഡ് ദ ട്രെയിനേഴ്സ് സെപ്പറേറ്റ് ദ കണ്ടസ്റ്റൻസ്. റഫറിയും ട്രെയിനേഴ്സും ഒക്കെ വന്ന് കണ്ടസ്റ്റൻസിനെ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യിക്കുന്നു. ഐ വാണ്ട് ടു അനൗൺസ് ദ വിന്നർ. ഞാൻ എന്ത് ചെയ്യുക, വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പോവാം. ബട്ട് എന്നാൽ ദേ ഹാവ് ലെഫ്റ്റ് ദ റിങ് ലൈക്ക് ഗുഡ് ഫ്രണ്ട്സ് ആം ഇൻ ആം. പക്ഷേ ഞാൻ അനൗൺസറാണ്, അപ്പോൾ അനൗൺസ് ചെയ്യുകയാണ്. അനൗൺസ് ചെയ്യുന്നതിന് മുമ്പേ എന്ത് ചെയ്തു, അവരെന്ത് ചെയ്തു, നല്ല ഗുഡ് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ 2 പേരും ആ റിങ്ങിൽ നിന്ന് പുറത്തേക്ക് പോയി. പക്ഷെ നമുക്ക് അനൗൺസ് ചെയ്യുമ്പോൾ ഇങ്ങനെ നോ ഡൗട്ട് നമുക്ക് ലാസ്റ്റ് പറയാം, ബോത്ത് ആർ ദ വിന്നേഴ്സ്. 2 പേരെയും എനിക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കും, അവർ 2 പേരും വിന്നേഴ്സ് ആണെന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം, അതുകൂടെ ഞാൻ പറയാം. നമ്മുടെ ഹൊറിഗല്ലു എന്ന് പറഞ്ഞ പാഠഭാഗമുണ്ടല്ലോ, ആ ഹൊറിഗല്ലു എന്ന പാഠഭാഗത്തിൽ ആ ഹൊറിഗല്ലു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഹൊറിഗല്ലു ഈസ് എ സ്റ്റോൺ ബെഞ്ച് ദാറ്റ് ക്യാൻ ബിയർ വെയിറ്റ് ഇല്ലേ, നമ്മൾ പറയത്തില്ലേ ചുമട് താങ്ങി എന്നൊക്കെ പറയത്തില്ലേ. ഹൊറിഗല്ലു മീൻസ് എന്താണ്, ഇറ്റ്സ് എ സ്റ്റോൺ ബെഞ്ച് ദാറ്റ് ക്യാൻ ബിയർ വെയിറ്റ്. നമുക്ക് വെയിറ്റ് താങ്ങാൻ പറ്റുന്ന വെയിറ്റ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ പണ്ട് കാലത്തൊക്കെ വെയിറ്റൊക്കെ തലയിൽ വെച്ചുകൊണ്ട് ആൾക്കാർ പോകുമ്പോൾ അവർക്ക് കുറച്ച് സമയം അവിടെ ഇരുന്നൊന്ന് വിശ്രമിക്കാൻ വേണ്ടി ആ വെയിറ്റ് ഇങ്ങനെ ചുമട് താങ്ങി വെയിറ്റ് ഒന്ന് താങ്ങി വെക്കാനായിട്ട്
സഹായിക്കുന്നതിനാണ് നമ്മൾ ഹൊറിഗല്ലു എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫ്ലാറ്റ് സ്റ്റോൺ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ഓവർ ടു വെർട്ടിക്കൽ വൺസ്. നിങ്ങൾ ആ സ്ക്രീനിൽ ആ പിക്ചർ കാണുന്നുണ്ടല്ലോ, അത് തന്നെയാണെന്ത് ഹൊറിഗല്ലു എന്ന് പറഞ്ഞേക്കുന്നത്. എനി വൺ ക്യാൻ സിറ്റ് ആൻഡ് റെസ്റ്റ് ദെയർ. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, അവിടെ ഇരിക്കുകയും അവിടെ റെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. എ പ്ലേസ് ഫോർ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇടം തന്നെയാണ് എന്ത് ഹൊറിഗല്ലു എന്ന് പറയുന്നത്. ഇറ്റ് സിംബോളിസസ് ദ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ വി റിസീവ് ഫ്രം അതേഴ്സ്. പക്ഷേ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് എപ്പോഴും ചോദിക്കാനൊരു ടൈപ്പുള്ള ചോദ്യം, എന്താണ് ഹൊറിഗല്ലു, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ എഴുതാം. അതുപോലെ എന്താ എഴുതാം, ടു ഗെറ്റ് റെസ്റ്റ് ആൻഡ് റിലീഫിൽ അവിടെ ഇരുന്നാൽ നമുക്ക് റെസ്റ്റും റിലീഫും നേടാം. ടു റീഗെയിൻ സ്ട്രെങ്ത്, അതാണ് ഏറ്റവും നല്ലൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ടു റീഗെയിൻ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ തളർന്ന അവശനായി വന്നിരിക്കുകയായിരിക്കാം, പക്ഷേ എന്ത് ചെയ്യാം, കുറച്ച് സമയം ഇരുന്ന് അവിടെ നല്ല കൂൾ എയറും പിന്നെന്താണ് ടു ഗെറ്റ് ഫ്രഷ് വാട്ടർ, നമുക്ക് നല്ല ഫ്രഷ് വാട്ടറൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ കുറേ സമയം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ആ സ്ട്രെങ്ത് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, റീഗെയിൻ ചെയ്യാൻ പറ്റും. ടു ലേ ഡൗൺ ദ ബർഡൻ, എന്താണ് നമ്മുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ലേ ഡൗൺ ചെയ്യാം. ടു ഷെയർ ഐഡിയാസ്, അവിടെ ഇരുന്ന് പരസ്പരം ആൾക്കാരുമായിട്ടൊക്കെ നമുക്ക് നമ്മുടെ ഐഡിയാസ് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഷെയർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മുടെ ഈ ഹൊറിഗല്ലു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ, ഹൊറിഗല്ലു എന്ന് പറഞ്ഞ ചാപ്റ്റർ സുധാമൂർത്തിയുടെ ആണെന്നറിയാം. അപ്പോൾ സുധാമൂർത്തിയുടെ രണ്ട് ക്യാരക്ടർ, സുധാമൂർത്തിക്ക് രണ്ട് ക്യാരക്ടേഴ്സ് അതിൽ മെയിനായിട്ട് പറയുന്നുണ്ട്. അവരുടെ ക്യാരക്ടേഴ്സ് പറയാതെ നമുക്ക് ഈ ചാപ്റ്റർ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാരൊക്കെയാണ്, സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറും സുധാമൂർത്തിയുടെ അവർ വർക്ക് ചെയ്തിരുന്ന ഭാഗത്തെ സീനിയറായിട്ടുള്ളൊരു ക്ലർക്കുണ്ട്, അവരുടെ പേര് രത്ന എന്നാണ്. അപ്പോൾ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറും സുധാമൂർത്തിയുടെ രത്നയും നമുക്ക് രണ്ടുപേരെ നമുക്ക് എന്തെന്ന് പറയാം, രണ്ടുപേരും എന്താ, ഇറ്റ്സ് അനദർ ഹൊറിഗല്ലു, അതൊരു ഹൊറിഗല്ലു തന്നെയാണ്. ഹൊറിഗല്ലു എന്ന് പറഞ്ഞാൽ ചുമട് താങ്ങി, നമുക്ക് എന്താണ് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അവിടെ നമ്മുടെ ആ ഒരു വേദന നമുക്ക് കുറേ സമയം നമുക്ക് മാറ്റി വെക്കാനുള്ളൊരു സ്ഥലം. അതേ ക്യാരക്ടേഴ്സ് തന്നെയാണ്, അതുമായിട്ട് നല്ല ബന്ധമുള്ള രണ്ട് ക്യാരക്ടറാണ് ഗ്രാൻഡ് ഫാദറും രത്നയും. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഗ്രാൻഡ് ഫാദറിൻ്റെ ജസ്റ്റ് ഒരു 4-5 പോയിന്റ് പറഞ്ഞുതരാം, അതേപോലെ രത്നയുടെയും. ഇവർ രണ്ടുപേരും കൂടെ കമ്പയർ ചെയ്ത ഒരു ഹൊറിഗല്ലു എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കണം. അതിന് വേണ്ടിയാണ്. ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറാണ്. ഹി വാസ് എ റിട്ടയർഡ് സ്കൂൾ മാസ്റ്റർ, ഒരു റിട്ടയർഡ് ആയിട്ടുള്ളൊരു സ്കൂൾ മാസ്റ്ററാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ. ഹി വാസ് റെഡി ടു സ്പെൻഡ് ടൈം ഫോർ അതേഴ്സ്, അദ്ദേഹം തയ്യാറാണ്, എന്തിന് തയ്യാറാണ്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള സമയം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ ഗ്രാൻഡ് ഫാദർ തയ്യാറാണ്. ഹി വാസ് റെഡി ടു ഹിയർ ദ പ്രോബ്ലംസ് ഓഫ് അതേഴ്സ്. ഇപ്പോൾ സാറ് പറഞ്ഞ അതേ കാര്യം തന്നെ, എന്താണ് മറ്റുള്ളവരുടെ പ്രോബ്ലംസ് കേൾക്കാനുള്ള ഒരു ആർക്കുണ്ട്, ഗ്രാൻഡ് ഫാദറിനുണ്ട്. ഹി വാസ് എ മാൻ ഓഫ് പേഷ്യൻസ്, എന്താണ് നല്ല ശാന്ത സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ. ഹി വാസ് എ മാൻ വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്, എന്ത് പ്രശ്നമുണ്ടെങ്കിൽ അത് കേട്ടിരിക്കും, പ്രത്യേകിച്ച് അദ്ദേഹം അതിനൊരു ജഡ്ജ്മെൻ്റ് ഒന്നും കൊടുക്കാറില്ല. നമുക്ക് അല്ലെങ്കിലും വേണ്ടത്, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളോട് നമ്മൾ പറയുകയാണ്. അപ്പോൾ ഒരാൾ നമ്മുടെ പ്രശ്നം കേൾക്കാനുണ്ടെങ്കിൽ എന്താണ്, ഒരു പരിധി വരെ ആ പ്രശ്നമുള്ള ആളുടെ മൈൻഡിൽ നിന്ന് ആ ഒരു ഭാരം നമ്മൾ ഇറക്കി വെക്കുകയാണ്, അല്ലേ? ആ കാര്യം തന്നെയല്ലേ ഹൊറിഗല്ലു. അങ്ങോട്ട് നമ്മൾ എന്താണ്, നമ്മുടെ തലയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വെയിറ്റ് നമ്മളവിടെ ഇറക്കി വെക്കുകയാണ്. പക്ഷേ ആ ഹൊറിഗല്ലു തിരിച്ചെന്തെങ്കിലും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, ഇല്ല. അതേ ക്യാരക്ടർ തന്നെയാണ്. ഹി വാസ് എ മാൻ വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്, അവിടെ പ്രത്യേകിച്ച് ജഡ്ജ്മെൻ്റ് ഒന്നും നമ്മുടെ ഗ്രാൻഡ് ഫാദർ നൽകുന്നില്ല. അദ്ദേഹം അതെല്ലാം കേട്ട് എന്ത് ചെയ്യുന്നു, അത് കേട്ടുകൊണ്ടിരിക്കുക മാത്രമാണ്. ഹി വാസ് എ മാൻ വിത്ത് ഇമോഷണൽ സ്റ്റെബിലിറ്റി ആൻഡ് ഹി വാസ് ലൈക്ക് അനദർ ഹൊറിഗല്ലു, അദ്ദേഹത്തിന് ഒരു അനദർ ഹൊറിഗല്ലു എന്ന് തന്നെ നമുക്കിത് പറയാനായിട്ട് സാധിക്കും. ഇനിയും രത്ന എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട് അതിൽ. ഷി വാസ് എ സീനിയർ ക്ലർക്ക്, നമ്മുടെ സുധാമൂർത്തി വർക്ക് ചെയ്തിരുന്ന ആ ഒരു സ്ഥലത്തെ ഒരു സീനിയർ ക്ലർക്കായിരുന്നു നമ്മുടെ രത്ന. ഷി വാസ് എ മിഡിൽ ഏജ്ഡ് വുമൻ, ഒരു മിഡിൽ ഏജ്ഡ് വുമനാണ് രത്ന. ഷി വാസ് വിത്ത് ആൻ ഇൻഫെക്ഷ്യസ് ചിയർഫുൾനെസ് ആൻഡ് ഷി വാസ് റെഡി ടു ഹിയർ ദ പ്രോബ്ലംസ് ഓഫ് അതേഴ്സ് ആൻഡ് ഷി വാസ് വിത്ത് പേഷ്യൻസ്. അവരെന്ന് പറഞ്ഞാൽ ഈ അപ്പൂപ്പൻ നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ കാര്യം പറഞ്ഞു വിട്ടേ. ഷി വാസ് റെഡി ടു സ്പെൻഡ് ടൈംസ് ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട്. ഷി വാസ് റെഡി ടു ഹിയർ ദ പ്രോബ്ലംസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ പ്രോബ്ലംസ് കേൾക്കാൻ ഇവർ തയ്യാറാണ്. ഷി വാസ് വിത്ത് പേഷ്യൻസ്, നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു നല്ല മനസ്സിനൊരു ഉടമ തന്നെയാണ് നമ്മുടെ രത്ന എന്ന് പറഞ്ഞ ക്യാരക്ടറും. ഷി വാസ് വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്, പ്രത്യേകിച്ച് ഒരു ജഡ്ജ്മെൻ്റ് ഒന്നും അവരും ചെയ്യുന്നില്ല. അവരും ഫ്രീ ടൈം, ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കഥയിൽ പറയുന്നുണ്ട്, ലഞ്ച് ടൈമിലൊക്കെ മാക്സിമം ആൾക്കാരുമായിട്ട് അവർ ഇടപെടുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്, അല്ലേ? ഷി വാസ് ലൈക്ക് അനദർ ഹൊറിഗല്ലു, അവരും വേറൊരു തരത്തിൽ
കാര്യത്തിൽ നമുക്ക് പൊറുകല്ലുവാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം ഈ 3 ചോദ്യവും ഏകദേശം ഞാനിപ്പോൾ പറഞ്ഞ 3 ചോദ്യം സ്ഥിരം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പം നിങ്ങൾ അതെന്ത് ചെയ്യുക, മാക്സിമം പഠിക്കുക. അപ്പം നമുക്ക് വേറൊരു ക്ലാസ്സിൽ നമുക്ക് ബാക്കി കണ്ടൻറ്റുമായിട്ട് ഞാൻ എത്താം. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് നൽകുക. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു.